സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമുഖം തുറന്ന സ്ത്രീകൾ. ആശാപ്രവർത്തകരുടെ സമരം ഒരു മാസം പിന്നിടുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗനവാടി ജീവനക്കാരും സമരം ചെയ്യുകയാണ്. വേതന വർധന, പെൻഷൻ ആനുകൂല്യം തുടങ്ങി ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ് ഇരുകൂട്ടരും ആവശ്യപ്പെടുന്നത്. മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുൻഭാഗം സമരമുഖരിതമാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ അംഗനവാടി ജീവനക്കാർ കൂടി സമരത്തിനായി എത്തിയിരിക്കുകയാണ്. ജയലക്ഷ്മി, അത് തന്നെയാണ്. കാരണം ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഏകദേശം ഒരുപോലത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് വേതന വർധനവ്, പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ 42 ദിവസമായി ആശാവർക്കർമാരും തൊട്ടപ്പുറത്ത് 4 ദിവസമായിട്ട് അംഗനവാടി ജീവനക്കാരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 42 ദിവസം പിന്നിട്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ 4ാം ദിവസമാണ് ഈ അമ്മമാർ 3 പേരിപ്പോൾ ഈ നിരാഹാരം കിടക്കുന്നത്. നാളെ എല്ലാവരും ഈ ആശാവർക്കർമാർ, സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് അവരെല്ലാവരും നിരാഹാരം കിടക്കുന്ന ഒരവസ്ഥയും കൂടി നാളെ ഉണ്ടാവും. ചേച്ചി, ഇപ്പോൾ നിരാഹാരം കിടന്നിട്ട് 4 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല അല്ലേ? 4 ദിവസമല്ല, ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും കിടക്കും. ഞങ്ങളെ അവകാശം നേടിയെടുത്തേ പോവുള്ളൂ. കാരണം ഞങ്ങൾ മിനിമം കൂലിയല്ലേ ചോദിച്ചുള്ളൂ. അത് പ്രകടന പത്രിക 2021 അവർ തരാമെന്ന് പറഞ്ഞിട്ട് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ 232 രൂപയ്ക്ക് നമുക്ക് പറ്റുമോ? ഭർത്താവില്ലാത്തവരുണ്ട്, അച്ഛനും അമ്മയും അസുഖമായി കിടക്കുന്നവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 232 രൂപ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞങ്ങൾ മിനിമം കൂലി 700 രൂപയെ ചോദിച്ചിട്ടുള്ളൂ. ആ പൈസ കിട്ടിയേ ഞങ്ങൾ മടങ്ങുള്ളൂ. ഒരാളെ ജീവൻ പോയാലും ഞങ്ങൾ അത് നേടിയേ ഇവിടുന്ന് പോവുള്ളൂ. അത് ഉറപ്പിച്ച് വന്നവരാണ് ഞങ്ങൾ. ഇപ്പം 42 ദിവസമായി മൊത്തം, 4 ദിവസം നിരാഹാരം. അപ്പം ഞങ്ങൾക്ക് ഒരു ശക്തിക്കുറവില്ല. ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുള്ളൂ. എന്തായാലും ഇത് നേടി ഉറപ്പായിട്ട് ഈ അവകാശങ്ങൾ മൊത്തം നേടിയേ ഞങ്ങൾ പോവുള്ളൂ എന്ന് തീരുമാനിച്ച. കാരണം ഇപ്പം 62 വയസ്സായ ചേച്ചിമാരുണ്ട്. അവർക്ക് ഇറങ്ങുമ്പം അവർക്ക് പെൻഷനോ അല്ലെ ഈ വിരമിക്കൽ ആനുകൂല്യം അല്ലാതെ അവരെങ്ങനെ ജീവിക്കും? അപ്പം എന്തായാലും ഈ അവകാശങ്ങൾ മൊത്തം നേടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് ഉറപ്പായിട്ട് തീരുമാനിച്ച് വന്ന ആശമാരാ. ആരും കൊണ്ടുവന്നല്ല, ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച്. കാരണം 3 മാസത്തെ ഓണറേറിയം ഇൻസെൻറ്റീവ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ ഈ സമരം ചെയ്തതിൻ്റെ ശേഷമാണ് അവർക്ക് ഈ കാശ് കിട്ടിയതും ഇല്ല. ജയലക്ഷ്മി, അത് തന്നെയാണ്. ഇപ്പോൾ ഈ 42 ദിവസം സമരം പിന്നിട്ടുവെങ്കിലും 4ാം ദിവസമാണ് ഇവർ ഈ നിരാഹാര. തീർച്ചയായിട്ടും ജിബിൻ, എന്തായാലും